ഇപ്പോൾ ഇന്നു രാത്രി സൂര്യൻ അണഞ്ഞുപോകുകയാണെങ്കിൽ ഈ ഭൂമിയിലെ സർവ്വജീവിതവും തൽക്ഷണം അണഞ്ഞുപോകും, പിന്നെ നാളെ പ്രഭാതമുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതം നിലനിർത്തുന്നതിന് സൂര്യനെ ആശ്രയിക്കുന്നു. നമ്മളിൽ നിന്നും 1,000,000 മൈലുകൾ ദൂരെ സ്ഥിതി ചെയ്യുന്ന സൂര്യനെ. സൂര്യനാണെങ്കിൽ കൂടുതൽ വലിപ്പമാർന്ന ചില സൂര്യന്മാരെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ആ കൂടുതൽ വലിപ്പമുള്ള സൂര്യന്മാർ ഈ താരാപഥത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിലും വലുപ്പമേറിയ സൂര്യന്മാരെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ഇവിടെ സകലതും നിലകൊള്ളുന്നത് സകലതിനെയും ആശ്രയിച്ചാകുന്നു. സർവ്വജീവിതവും വാസ്തവത്തിൽ പരസ്പരാശ്രിതങ്ങളാകുന്നു. നാം പരസ്പരം വ്യതിരിക്തങ്ങളല്ല, നമ്മൾ ദ്വീപുകളല്ല, നമ്മൾ ഒരു വിപുലമായ ഭൂഖണ്ഡമാകുന്നു. ഇവിടെ സർവ്വവും സംഘടനയും ഏകവുമാകുന്നു. നിങ്ങൾ കണ്ണുകൾ തുറന്നു ഈ വസ്തുത കാണുക മാത്രം ചെയ്യുകയാണെങ്കിൽ ഞാൻ, നീ എന്നിവിടെ മനുഷ്യന്റെ വെറും കെട്ടിച്ചമയ്ക്കലാണെന്നും അതും അങ്ങേയറ്റം പ്രമാദപരങ്ങളായ കെട്ടിച്ചമയ്ക്കലാണെന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതിന്റെ ആവശ്യം വരുന്നില്ല. നിങ്ങളത് ഗ്രഹിക്കുമ്പോൾ നിലവിലുള്ളതിനെയും നിങ്ങൾ അറിയുന്നു. നിങ്ങൾ അത് സ്പഷ്ടതയോടെ കാണാതിരിക്കുന്ന പക്ഷം നിങ്ങൾ ആരാകുന്നുവെന്നും യഥാർത്ഥ്യം എന്താകുന്നുവെന്നും നിങ്ങൾക്ക് അറിയാൻ ആവുകയില്ല. നിങ്ങളതു അറിയാതിരിക്കുന്ന കാലത്തോളം ഞാൻ, നീ സങ്കല്പങ്ങളുമായി തുടർന്നു അള്ളിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളപ്പോൾ ഒരു മിത്തിൽ, ഒരു സ്വപ്നത്തിൽ തുടർന്നു ജീവിച്ചുകൊണ്ടേയിരിക്കും. ഒന്നാമത്തെ ചുവടിൽ തന്നെ സ്മരിക്കുവാനും മറ്റു യാതൊന്നും ചെയ്യേണ്ടതില്ലെന്നും കൃഷ്ണൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ യാത്ര മുഴുവൻ അപ്പോൾ ഒരൊറ്റ ചുവടുവയ്പുകൊണ്ട് പൂർത്തിയാവുകയും ചെയ്യും. നിങ്ങൾ ആരാകുന്നുവെന്നും നിങ്ങൾ എന്താകുന്നുവെന്നും നിങ്ങൾ എവിടെയാകുന്നുവെന്നും സ്മരിക്കുക, കാരണം ഈ സ്മരണയോടെ സകലതും അനാവരണം ചെയ്യപ്പെടുകയും യാതമാവുകയും ചെയ്യും. ഈ സ്മരണയാകുന്നു മഹാ അനുഗ്രഹം.